നമസ്കാരം. രണ്ടാം ബാർക്കോഴ വീണ്ടും കുഴഞ്ഞുമറിയുന്നു. വിവാദത്തിലെ ഗൂഢാലോചന പരാതി അന്വേഷിക്കുന്ന ക്രൈംബ്രാഞ്ച് സംഘം ഇന്നോ നാളെയോ ഇടുക്കിയിലെത്തുമെന്ന സൂചനകൾ ഉണ്ട്. ബാർ ഉടമകളുടെ സംഘടനയുടെ ഇടുക്കി ജില്ലാ പ്രസിഡന്റ് ആയിരുന്ന അനിമോൻ തൊടുപുഴയുടെ മൊഴി എടുക്കും. അദ്ദേഹത്തെ ചോദ്യം ചെയ്യുമെന്നാണ് സൂചനകൾ. കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ നടന്ന യോഗത്തിൽ പങ്കെടുത്ത എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളുടെ മൊഴിയും രേഖപ്പെടുത്തും. യോഗത്തിൻ്റെ വിവരങ്ങളും മിനിറ്റ്സും യോഗം നടന്ന ഹോട്ടലിൽ നിന്നുള്ള CCTV ദൃശ്യങ്ങളും അന്വേഷണ സംഘം പരിശോധിക്കും. ഇതിനിടെ ഈ വിഷയത്തിൽ ആദായനികുതി വകുപ്പും പരിശോധന തുടങ്ങിയിട്ടുണ്ട്. പണപ്പിരിവിനെക്കുറിച്ചാണ് പരിശോധന നടത്തുന്നത്. സർക്കാരിനും ഈ അന്വേഷണം തിരിച്ചടിയാകാൻ സാധ്യതയുണ്ട് എന്ന് വിലയിരുത്തപ്പെടുന്നു. തട്ടിപ്പ് കണ്ടെത്തിയാൽ അന്വേഷണത്തിന് EDയും CBIയും എല്ലാം എത്താൻ സാധ്യതയുമുണ്ട്. ആരോപണത്തിൽ നിന്ന് കഴിഞ്ഞ ദിവസം അനിമോൻ തൊടുപുഴ മലക്കം മറിഞ്ഞിരുന്നു. പണം പിരിക്കാൻ ആവശ്യപ്പെട്ടത് സംഘടനയ്ക്ക് കെട്ടിടം വാങ്ങാനാണെന്നാണ് പുതിയ വിശദീകരണത്തിൽ ഇയാൾ പറയുന്നത്. സംഘടനയിലെ അംഗങ്ങളോട് എന്ന ആമുഖത്തിൽ തുടങ്ങുന്ന ദീർഘമായ വാട്സപ്പ് സന്ദേശത്തിലാണ് ഇക്കാര്യം പറയുന്നത്. ശബ്ദ സന്ദേശം LDFനും സർക്കാരിനും എതിരെ ആരോപണത്തിന് ഇടയാക്കിയിരുന്നു. തെറ്റിദ്ധാരണ ഉണ്ടായതിൽ ഖേദം പ്രകടിപ്പിക്കുന്നു. താൻ ഒളിവിലല്ല എന്നും അനിമോൻ വ്യക്തമാക്കുന്നു. 2 ദിവസമായി ഓഫ് ചെയ്തിരുന്ന മൊബൈൽ ഫോണും ഓൺ ചെയ്തു. ബാർ ഉടമകളുടെ സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് സുനിൽകുമാറിൻ്റെ വാദങ്ങളെ അനിമോൻ ഈ ഒരു സന്ദേശത്തിലൂടെ അംഗീകരിക്കുന്നു. കേന്ദ്ര ഏജൻസി അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ എത്താതിരിക്കാനുള്ള ഒത്തുതീർപ്പായിരുന്നു ഇതെല്ലാം എന്ന് പറയപ്പെടുന്നു. ബാർക്കോഴയിൽ പുതിയ ചർച്ചയ്ക്ക് വഴിയൊരുക്കുന്ന ശബ്ദരേഖയ്ക്ക് പിന്നിലുള്ളത് ഫെഡറേഷൻ ഓഫ് കേരള ഹോട്ടൽ അസോസിയേഷൻ്റെ ഇടുക്കിയിലെ പ്രധാനപ്പെട്ട നേതാവ് കൂടിയായിരുന്ന അനിമോനാണ് എന്നതാണ് ഏറെ ചർച്ചയായത്. സംഘടനയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റുമായിരുന്നു അനിമോൻ തൊടുപുഴ, ഇടുക്കി ജില്ലാ പ്രസിഡന്റും. അതുകൊണ്ട് പുറത്തുവന്ന ശബ്ദരേഖയ്ക്ക് പ്രസക്തി കൂടി. മുൻപ് UDF ഭരണകാലത്ത് ധനമന്ത്രിയായിരുന്ന KM മാണിക്കെതിരെയും ബാർക്കോഴ ആരോപണം ഉയർന്നിരുന്നു. അന്ന് വിജിലൻസിന് അടക്കം മൊഴി കൊടുത്ത വ്യക്തി കൂടിയാണ് അനിമോൻ. എന്നാൽ വിവാദം കൊണ്ട് തനിക്ക് ദോഷമേ ഉണ്ടാകൂ എന്ന് അനിമോൻ തിരിച്ചറിഞ്ഞു. ഇതുകൊണ്ടാണ് എല്ലാം അബദ്ധമാണെന്ന് വ്യക്തമാക്കി പുതിയ സന്ദേശം അദ്ദേഹം അയച്ചത്. ഇതോടെ പോലീസ് കേസ് തന്നെ വേണമെങ്കിൽ അപ്രസക്തമാകാം. വാശി തീർക്കലായിരുന്നു ആ സന്ദേശമെന്ന് വിശദീകരിച്ച് ക്രൈംബ്രാഞ്ചിനും കേസ് ഒഴിവാക്കാം. ഇതിനുള്ള അന്വേഷണമായിരിക്കും ഇനി നടത്തുക. തൊടുപുഴ മാർക്കറ്റിനുള്ളിൽ പ്രവർത്തിച്ചിരുന്ന വൈശാലി എന്ന ബാറിൻ്റെ ഉടമയായിരുന്നു അനിമോൻ തൊടുപുഴ. വൈശാലി പൂട്ടിയെങ്കിലും സംസ്ഥാനത്ത് പല ജില്ലകളിൽ ബാറുകളിൽ ഷെയർ ഇദ്ദേഹത്തിനുണ്ട്. ബാർ ഉടമകളുടെ സംഘടനയിൽ വ്യക്തമായ പിന്തുണയുമുണ്ട്. മോഹൻലാലിൻ്റെ ഒടിയൻ എന്ന സിനിമയുടെ സഹനിർമ്മാതാവ് കൂടിയായിരുന്നു ഇയാൾ. കേരളത്തിന് പുറമെ തമിഴ്നാട്ടിലെ കമ്പം, തേനി എന്നിവിടങ്ങളിലെ ബാറുകളിലും ഓഹരിയുണ്ട്. 2.5 ലക്ഷം രൂപ നൽകി എന്ന ശബ്ദരേഖയിൽ പറയുന്ന അണക്കര സ്പൈസ് ഗ്രോവ് ഹോട്ടലിൻ്റെ പ്രധാന ഓഹരിക്കാരിൽ ഒരാളാണ് ഇദ്ദേഹം. അസം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ മദ്യവ്യാപാരത്തിലേക്ക് കടക്കാൻ ശ്രമിക്കവെയാണ് ഇപ്പോൾ ഈ വിവാദങ്ങൾ എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കേന്ദ്ര ഏജൻസി അന്വേഷണം വെല്ലുവിളിയാകും എന്ന് അനിമോനും തിരിച്ചറിയുന്നു. പച്ചമീൻ ഹോൾസെയിൽ വിൽപ്പനയിലൂടെയാണ് കച്ചവടത്തിൻ്റെ തുടക്കം. തൻ്റെ കടയിൽ നിന്ന് മീൻ വാങ്ങുന്ന വ്യാപാരികൾക്ക് വായ്പാടിസ്ഥാനത്തിൽ സ്കൂട്ടർ നൽകിയാണ് കച്ചവടം പിടിച്ചത്. പിന്നീട് നീരാളി ഫിഷ് മാർക്കറ്റ് എന്ന സ്ഥാപനം തുടങ്ങി. പിന്നീടാണ് ബാർ മേഖലയിലേക്ക് തിരിഞ്ഞത്. തൊടുപുഴയിൽ ആദ്യകാല പ്രമുഖ വ്യവസായിയുടെ പിന്മുറക്കാരനാണ്. അച്ഛൻ KSEB ജീവനക്കാരനായിരുന്നു. തൊടുപുഴയ്ക്ക് പുറത്തും ബിസിനസ് താല്പര്യമുള്ള വ്യക്തിയാണ് അനിമോൻ. ഒറ്റപ്പാലം അരമന ഹോട്ടലും നീരാളി ഫിഷ് തൊടുപുഴയും അനിമോൻ്റെ നേതൃത്വത്തിൽ ഉള്ളതാണ്. പെരുമ്പാവൂരിലെ വിൻസ് പാർക്കിലും പാലക്കാട് കൊഴിഞ്ഞാമ്പാറയിലെ പാൻ ഷോറിലും പങ്കാളിത്തമുണ്ടായിരുന്നു. കേരളത്തിൽ ഉടനീളം വിവിധ ഹോട്ടൽ സംരംഭങ്ങളുടെ സാരഥിയാണ്. മോഹൻലാലിൻ്റെ ശതകോടി മുടക്കുമുതൽ ചെലവാക്കിയ ആദ്യ ചിത്രമായ ഒടിയൻ്റെ സഹനിർമ്മാതാവ് കൂടിയായിരുന്നു ഇയാൾ. ജയകൃഷ്ണൻ എന്നാണ് പേരെങ്കിലും അനിമോൻ എന്ന് തന്നെയാണ് എല്ലാവരും ഈ ഹോട്ടൽ സംരംഭകനെ വിളിച്ചിരുന്നത്. തൊടുപുഴയിൽ പെട്രോൾ പമ്പടക്കം നിരവധി സ്ഥാപനങ്ങൾ അനിമോനുണ്ട്. തൊടുപുഴക്കാരുടെ സിംഗം എന്നാണ് അനിമോനെ സോഷ്യൽ മീഡിയയിൽ അടുപ്പക്കാർ വിശേഷിപ്പിച്ചിരുന്നത്.